1 2 3 4 അങ്ങോട്ട് കേണി ചുറ്റുപാട് മൊത്തം പൊളിഞ്ഞു നോക്കിയാണ് ഓടില്ല ആ ആണിന്റെ അതേ ഓട്ടൊക്കെ എന്തായിട്ടുള്ളൂ പൊളിഞ്ഞിട്ടുള്ളൂ ആ ടെൻഷനും മൊത്തം തേച്ച് കഴിഞ്ഞ് ഒന്നരല്ലേ ഇതുമേൽ നമ്മളിങ്ങനെ വെള്ളം ഒരു മണിക്കൂർ നിൽക്കാതെ ഓസോണ്ട് അടിച്ചാൽ ഒരു മണിക്കൂറായിട്ട് പറഞ്ഞത് നിങ്ങൾ അതിനെ എങ്ങനെ പ്രതികരിക്കും? ഒരു മണിക്കൂറൊക്കെ വെള്ളം നിർത്താൻ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ മഴ പെയ്യുന്ന വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു ചെയ്യാത്ത മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്ന മഴ പെയ്താൽ പാട് വരും. പാട് വരും. ഈ ക്ലൈന്റ് എന്റെ അയൽവാസിക്ക് പറയുന്നത് എന്ത് വർക്ക് കൊടുക്കുകയാണെങ്കിലും അന്വേഷിച്ചു കൊടുക്കുന്ന കണ്ണിങ്ങിന്റെ ആളാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വർക്ക് കിട്ടി? കാരണം നമ്മള് മൂപ്പര് എൻക്വയറി ചെയ്യുന്ന സമയത്ത് ആളുടെ വീടിന്റെ അടുത്ത് തന്നെ ഇവിടെ 5 വീട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വർത്താൻ വരേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങളെ വർക്ക് പെർഫെക്ഷൻ ആണെന്നുള്ളതാണ്. അതെ, അല്ലെങ്കിൽ മൂപ്പരെ ഏൽപ്പിക്കൂല. ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന പുള്ളിക്കാരനെ കുറച്ച് ആൾക്കാർക്കെങ്കിലും നന്നായിട്ട് അറിയാം. അതായത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് പുള്ളിക്കാരൻ ചെയ്യാറുണ്ട്, പ്രാക്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്. ഇപ്പം പുള്ളിക്കാരൻ ജിപ്സം പ്ലാസ്റ്ററിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പം ചെയ്തതാണോ മുമ്പ് ചെയ്തതാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ 2 ദിവസം മുമ്പ് സുധിച്ചേട്ടൻ്റെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്ലാസ്റ്ററിംഗ് ചെയ്തിരിക്കുന്ന ജിപ്സം പ്ലാസ്റ്ററിങ്ങുമായിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് 2 വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കണം എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇതേപോലുള്ള കുറച്ചധികം വീഡിയോസ്, എടാ ഇത് ഒരുപാട് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം നീ എന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ആൾക്കാർ വീഡിയോസ് എനിക്ക് അയച്ചു തരുന്നുണ്ടായിരുന്നു. കുറേ റീൽസ്, ഇത് FB നിന്നാണ് അയച്ചതെന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇതെന്താണെന്ന് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നെനിക്ക് അറിയത്തില്ല, പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ചെയ്യുന്ന പോലെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവരോടെല്ലാം എനിക്ക് ഒന്നും കൂടി പറയാനുള്ള കാര്യം, ഇനി എനിക്ക് അയച്ചു തരണമെന്നില്ല, ഞാൻ ഇനി വീണ്ടും വീണ്ടും ചെയ്യുന്നില്ല. ഓൾറെഡി ഇതെന്താണ്, ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഏതാണ്ട് 2 കൊല്ലം മുമ്പേ പറഞ്ഞതാണ്. 2 കൊല്ലം മുമ്പേ എൻ്റെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം നമ്മളെല്ലാവരും സുധിച്ചേട്ടൻ്റെ വീട്ടിന് എന്താണ് പറ്റിയെന്നുള്ളതിൻ്റെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എല്ലാവരും നേരിട്ട് പോയി കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. അല്ല പ്ലാസ്റ്ററിങ് പലത് ഇളകി വീഴുന്നുണ്ട്, വെള്ളം ഇതിനകത്ത് ഞാൻ കണ്ടത് വൻ കോമഡി ആയിട്ട് എനിക്ക് തോന്നി. കാരണം വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴിച്ചാൽ ഒരു കുഴപ്പം പറ്റത്തില്ല. ജിപ്സം എന്ന് പറയുന്നത് വാട്ടർ ബോണ്ട് ആയിട്ടുള്ള മെറ്റീരിയലാണ്. വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോവും. അത് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റേണൽ ചെയ്യാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇന്റേണൽ ചെയ്യുമ്പോഴും ബാത്റൂംസ്, കിച്ചൺ, അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ വരുന്ന ഏരിയാസിൽ അവോയ്ഡ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അത് എക്സ്റ്റീരിയറിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഇന്റേണൽ പോലും വെള്ളമായിട്ട് കണക്ഷൻ വരുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയാറുള്ളത്. അത്യാവശ്യം ബോധമുള്ള ഏത് എഞ്ചിനീയർമാരും അതേ പറയത്തുള്ളൂ. അപ്പം ദേവി ഇത് കണക്ക് കൃത്യമായി അറിയാത്ത ആൾക്കാർ ഇത് കണക്ക് ചെയ്യുന്ന ഈ റീൽസും ഇൻഫ്ലുവൻസർ വീഡിയോസും കണ്ടിട്ട് ഇത് കാണുമ്പോഴത്തേക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പെയിന്റ് അടിക്കേണ്ട, പ്രൈമർ അടിക്കേണ്ട, ഇത് മാത്രം അടിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ, നല്ല ഫിനിഷ് ആയിരിക്കും, മിറർ ഫിനിഷ് എന്നൊക്കെ പറയും. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് റീൽസ് ഇതിൻ്റെ ഈ ഒരു ജിപ്സം പ്ലാസ്റ്ററിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ പഴയ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പോയി കണ്ടാൽ മതി എന്താണ് ആ സാധനം എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ആൾക്കാർ, മലയാളികൾ എന്തെങ്കിലും സാധനം കേൾക്കുമ്പോൾ എന്താ ഏതാണെന്ന് അറിയാതെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടെടുത്ത് എന്താണ് വീടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെയൊക്കെ ഒരു സ്വപ്നമായിരിക്കും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മിഡിൽ ക്ലാസ് ആണ്. ഒരു മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റിയിലുള്ള ആൾക്കാർക്ക് വർഷത്തിൽ ഓരോ വീട് വെക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഒരു വീട് കാണത്തുള്ളൂ. അത് നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഇൻ ഫ്യൂച്ചറിലേക്ക് നമ്മളെ ഫ്യൂച്ചർ ജനറേഷനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വെക്കുക. ഇത് കണക്കുള്ള ആൾക്കാർ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഓരോരോ സാധനങ്ങൾ എടുത്ത് വീട്ടിൽ ഉണ്ടാക്കി വെച്ച് പിന്നെ അവസാനം കിടന്ന് കരയരുത്.